പാലക്കാട് മലമ്പുഴയിൽ വിദ്യാർത്ഥിയെ അധ്യാപകൻ മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ഡിവൈഎഫ്ഐ. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഡിവൈഎഫ്ഐ പരാതി നൽകി. ആയിഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഷംന, ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ഇടപെടുന്നു. നടപടി മാനേജ്മെന്റിനെതിരെ, സ്കൂൾ മാനേജ്മെന്റിനെതിരെ വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ. പ്രജിൻ, കഴിഞ്ഞ ദിവസം ബിജെപി ഇത്തരത്തിൽ സ്കൂളിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ ഡിവൈഎഫ്ഐ ആണ് നേരിട്ട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ നവംബർ 29-ന് ഈ അധ്യാപകൻ കുട്ടിയെ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയതിന് സമ്മാനം തരാമെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു. അതിനുശേഷം അതിക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുന്നു. പിന്നീട് ഡിസംബർ 18-ന് കുട്ടി സഹപാഠിയോട് പറഞ്ഞതോടു കൂടിയാണ് സംഭവം ആദ്യമായി പുറത്തു വരുന്നത്. പക്ഷെ അന്ന് തന്നെ ഈ സഹപാഠിയുടെ രക്ഷിതാക്കൾ സ്കൂൾ അധികൃതരെ വിവരം അറിയിച്ചിട്ട് പോലും അതിൽ നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ സ്കൂളിനെതിരെ അല്ലെങ്കിൽ ഈ അധ്യാപകനെതിരെ ഒരു പരാതി നൽകാനോ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായിരുന്നില്ല. ഈ അധ്യാപകനിൽ നിന്നും രാജി എഴുതി വാങ്ങിയ ശേഷം അത് ഒതുക്കി തീർക്കുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ സ്പെഷ്യൽ ബ്രാഞ്ചിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കേസിൽ കൂടുതൽ അന്വേഷണം നടക്കുന്നതും ഈ പ്രതിയിലേക്ക് പോലീസ് എത്തുന്നതും നടക്കുന്ന ക്രൂരതയുടെ വിവരങ്ങൾ പുറത്തു വരുന്നതും. അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ മുതൽ തന്നെ ഡിഡിക്ക് സമർപ്പിച്ച എഇഒ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഈ സ്കൂളിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. അതായത് പരാതി നൽകുന്ന കാര്യത്തിൽ സ്കൂളിന് വീഴ്ച പറ്റിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എഇഒ റിപ്പോർട്ട് സമർപ്പിച്ചത്. നേരത്തെ തന്നെ ക്രൈംബ്രാഞ്ചും അക്കാര്യം വ്യക്തമാക്കിയതാണ്, സ്പെഷ്യൽ ബ്രാഞ്ചും അത് വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ സ്കൂളിനെതിരെ കൂടുതൽ കണ്ടെത്തലുകൾ വരുന്ന ഘട്ടത്തിലാണ് ഡിവൈഎഫ്ഐ ഇപ്പോൾ സ്കൂളിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത്. പ്രജിത്, ആയിഷത്തുൽ ഷംനയാണ് വിശദാംശങ്ങൾ നൽകിയത് പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.